ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി സ്കൂളിൽ അങ്ങനെ കാത്തിരിക്കുകയാണ് വിമല ആന്റിയെയും ആദിയെയും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. സച്ചി വിമല ആന്റിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ആന്റിക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഒരു വെറുപ്പ് പോലെ, എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല സച്ചി എന്ന് വിമല ആന്റി പറയാണ്. എന്തായാലും ആദിയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് രേവതിയോട് വിവരം പറയുകയാണ്. രേവതി ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ അവൻ വന്നിട്ടുണ്ട്, അവനിവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നീ എന്തായാലും വിമലാന്റിയെ വിളിക്ക് എന്നും കൂടി പറയുകയാണ്. അങ്ങനെ വിമലാന്റിയെ വിളിക്കുകയാണ്. ആ സമയത്ത് രാത്രിയാണ്, ശ്രുതി അവിടെയുണ്ട്. അപ്പോൾ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആന്റി ഞങ്ങൾക്ക് ആന്റിയെയും ആദ്യയും കാണാൻ കൊതിയാകുന്നു, ഞങ്ങൾ വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വിമലാന്റി ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ വീട് എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കരുതെന്ന് ശ്രുതി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ അവിടെ കിടന്ന് ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷം ദേവുവിന്റെ അരികിലേക്ക് അരുൺ പോലീസ് എത്തുകയാണ്. ദേവുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാര് എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കുന്നു, അതുപോലെ നിന്റെ സച്ചിയേട്ടന് നിനക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, എൻ്റെ തീരുമാനത്തിനൊപ്പം നീ നിൽക്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരിങ്ങനെ ആരും അറിയാതെ ഒളിച്ചോടാനോ മറ്റുള്ള പരിപാടിയിലാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ആ അഭിപ്രായം ദേവുവിനോട് പറയുമ്പോൾ നമ്മുടെ അരുണിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്